പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പരയിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ക്രിസ്തീയ ആധ്യാത്മികതയുടെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ. ക്രിസ്തീയ ആധ്യാത്മികതയുടെ 3 പ്രധാന സവിശേഷതകൾ. ഒന്നാമതായി, ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനപരമായും ഒരു ധ്യാനാത്മക ശൈലിയാണുള്ളത്. ഈ ധ്യാനാത്മക ശൈലി തിരിച്ചറിഞ്ഞാൽ ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും കുറിച്ചുള്ള ചിന്തകളോടെ വിവിധ കർമ്മരംഗങ്ങളിൽ വ്യാപരിച്ചാൽ നമ്മുടെ കർമ്മരംഗങ്ങളെല്ലാം വചന ചൈതന്യത്താൽ നിറയും. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും കുറിച്ചുള്ള ചിന്തകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ഓർമ്മയിലും ചിന്തയിലും ഹൃദയത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മരംഗങ്ങളിൽ വ്യാപരിക്കുമെങ്കിൽ, അവധാനതയോടെ ചിന്തിച്ച് ദൈവത്തോട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ധ്യാന ചൈതന്യത്തോടെ ജീവിച്ച് ധ്യാനാത്മക ജീവിത ശൈലിയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തന ശൈലിയോടെ ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വളരെയേറെ അനുഗ്രഹപൂർണമാകും. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഓർമ്മയിലും ഹൃദയത്തിലും സദാ നിലനിർത്തണം. ദൈവചിന്തയോടെ വ്യാപരിക്കണം. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവ ചൈതന്യം ചുറ്റും പ്രസരിപ്പിക്കുന്ന മക്കളായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹകരമാകും. ധ്യാനാത്മക ജീവിത ശൈലിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ചിന്താ വിഷയമാക്കി. ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തോട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാനും ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ട് ജീവിക്കാനും ദൈവ ചൈതന്യത്തോടെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരിലൂടെ ഈ ലോകം ദൈവ ചൈതന്യത്താൽ പൂരിതമാകും. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്, എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കാത്തവരില്ല. എപ്പോഴും നാം എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. നാം ചിന്തിക്കുന്നതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദൈവത്തെ ഇഷ്ടപ്പെടുകയും ദൈവത്തെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ധ്യാനാത്മക ജീവിത ശൈലിയുടെ പ്രത്യേകത. ദൈവചിന്തയോടെ സദാ വ്യാപരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തീയ ആധ്യാത്മികതയുടെ 2ാമത്തെ പ്രധാന സവിശേഷത അതിൻ്റെ മിസ്റ്റിക്കൽ സ്വഭാവമാണ്. ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനപരമായും ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. മിസ്റ്റിക്കൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന ഒരു ജീവിത ശൈലി. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്തുള്ള ജീവിതം, അതാണ് മിസ്റ്റിക്കൽ സ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവമാണ് മുൻകൈയെടുക്കുന്നത്. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നമുക്കാർക്കും തന്നെ യേശുവിലേക്ക് വളരാൻ സാധിക്കില്ല. യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ഒരു പ്രയാണം, ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികത. ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്നത് കൊണ്ട് അതിന് ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. ആത്മീയ ജീവിതത്തിന് 2 മാർഗങ്ങളുണ്ടെന്ന് പറയാം. അസറ്റിക്കൽ മാർഗവും മിസ്റ്റിക്കൽ മാർഗവും. അസറ്റിക്കൽ മാർഗം എന്ന് പറയുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുൻകൈയെടുത്ത് പരിശ്രമിക്കുന്നതാണ്. എന്നാൽ മിസ്റ്റിക്കൽ മാർഗം ദൈവം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെയും വചനമായ പുത്രൻ തമ്പുരാൻ്റെയും സഹായത്തോടെ ദൈവപിതാവ് നമ്മിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് നയിക്കുന്നു. മിസ്റ്റിക്കൽ ധ്യാനാത്മകത വളരെ ലളിതമാണ്. അതിവേഗത്തിൽ ദൈവത്തിലേക്ക് വളരാൻ സാധിക്കും. മാർജാര മാർഗമെന്നാണ് മിസ്റ്റിക്കൽ മാർഗത്തെ അറിയപ്പെടുന്നത്. മാർജാര മാർഗം എന്ന് പറയുമ്പോൾ തള്ളപ്പൂച്ച കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ
അസറ്റിക്കൽ മാർഗമാണെങ്കിൽ മർക്കട മാർഗമെന്നാണ് അറിയപ്പെടുന്നത്. കുരങ്ങൻ കുഞ്ഞ് തള്ളക്കുരങ്ങൻ്റെ അകിടത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടില്ലേ? മർക്കട മാർഗവും മാർജാര മാർഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇതുപോലെയാണ് അസറ്റിക്കൽ മാർഗവും മിസ്റ്റിക്കൽ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ നല്ല വേനൽക്കാലത്ത് നാം തോട്ടം നനയ്ക്കുന്നതും നല്ലൊരു മഴയിലൂടെ സൃഷ്ടാവ് തോട്ടം നനയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെയാണ് അസറ്റിക്കൽ മാർഗവും മിസ്റ്റിക്കൽ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. നാം ധ്യാന മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ ദൈവാത്മാവിനാൽ പ്രേരിതമായ പ്രാർത്ഥനകളും ദൈവനിവേശിതമായ ഉൾക്കാഴ്ചകളുമൊക്കെ നമുക്ക് ലഭിക്കും. മാത്രമല്ല, ആത്മീയ മേഖലയിൽ ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് നയിക്കുന്ന അനുഭവം. ഈ മിസ്റ്റിക്കൽ മാർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തിപരമായ അനുഭൂതികളോ ദർശനങ്ങളോ ഒന്നുമല്ല. പിന്നെയോ വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ഒരാധ്യാത്മികത. ആധികാരികമായ മിസ്റ്റിസിസം വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമാണ്. മാത്രമല്ല, അത് നമ്മെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതുമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നാം അനുദിനം വളരും. മിസ്റ്റിക്കൽ ധ്യാനം നമ്മെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തോട് അടുപ്പിക്കുകയും ദൈവാന്വേഷണം സുഗമവും ആനന്ദപൂർണവുമായിത്തീരും. ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ സ്വഭാവവും ധ്യാനാത്മക ശൈലിയും കൂടെ നാം ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ ആത്മീയ ജീവിത പാതയിൽ ഒരു മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് അപ്രോച്ച് അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമാണ്. ഒരു മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് അപ്രോച്ച്. സാധാരണ ഒരു ആധ്യാത്മികത കൊണ്ട് ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ക്രിസ്തീയ ജീവിത പാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് അപ്രോച്ചാണ്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ 3 പ്രധാന സവിശേഷതകളെക്കുറിച്ച് ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. 1 ധ്യാനാത്മക ശൈലി, 2 മിസ്റ്റിക്കൽ സ്വഭാവം, 3 ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിഷണറി സ്വഭാവം. ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനപരമായും അസ്തിത്വപരമായും ഒരു മിഷണറി സ്വഭാവമാണുള്ളത്. ദൈവനിശ്ചിത ലക്ഷ്യത്തോടെ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട മിഷണറിമാരാണ് നാം. ജനിച്ചതിന് ശേഷം ദൈവം നമ്മെ പ്രത്യേക നിയോഗങ്ങൾ ഏൽപ്പിക്കുകയല്ല. ദൈവനിശ്ചിതമായ ചില പ്രത്യേക നിയോഗങ്ങളോടെ ലക്ഷ്യത്തോടെ ദൈവം നമുക്ക് ജന്മം തന്ന് നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ദൈവം ഒരു മിഷണറി ദൈവമാണ്. ദൈവപിതാവ് ഒരു നിശ്ചിത ലക്ഷ്യത്തോടെ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവിനെയും ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ തമ്പുരാൻ ദൈവപിതാവ് തന്നെ ഫലമേൽപ്പിച്ച ദൗത്യം തൻ്റെ ശിഷ്യഗണത്തെ ഏൽപ്പിച്ചു. ആ ദൈവനിശ്ചിത ലക്ഷ്യം മറ്റൊന്നുമല്ല, യേശുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ സദ്വാർത്ത സകലരെയും അറിയിക്കുക. യേശുവിനെയും യേശുവിലൂടെ സംജാതമായ രക്ഷയും അവിടുത്തെ ദിവ്യ പ്രബോധനങ്ങളും സകലരെയും അറിയിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കടമ എന്നതിലുപരി ദൈവത്തെ അനുഭവിച്ചറിയുന്നവർക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. യേശുവിലൂടെ ദൈവം നിറവേറ്റിയ രക്ഷാകര പ്രവർത്തനങ്ങൾ നാം അനുഭവിച്ചറിയുമ്പോൾ അത് പങ്കുവയ്ക്കാതിരിക്കാൻ സാധിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഞങ്ങൾ കണ്ടതും കേട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും തൊട്ടറിഞ്ഞതുമായ ജീവന്റെ സുവിശേഷം ഞങ്ങൾ പ്രഘോഷിക്കുന്നു. കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും സൂക്ഷിച്ചു വീക്ഷിക്കുകയും ചെയ്ത സുവിശേഷമാണ് സകലരോടും പങ്കുവയ്ക്കുന്നത്. അനുഭവത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് പോകണം. ഇതാണ്
ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയാധ്യാത്മികതയുടെ ഈ 3 സവിശേഷതകളെക്കുറിച്ചും നാം ആഴത്തിൽ പഠന വിഷയമാക്കുമ്പോൾ, അതായത് ക്രിസ്തീയാധ്യാത്മികതയുടെ ധ്യാനാത്മക ശൈലി, മിസ്റ്റിക്കൽ സ്വഭാവം, മിഷണറി സ്വഭാവം, ഇവ നാം ധ്യാന പഠന വിഷയമാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമായ ഒരു പ്രധാന കാര്യം അതെന്താണെന്നറിയാമോ? ഇന്ന് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ഒരു മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് ആൻഡ് മിഷണറി മൂവ്മെൻ്റ് ആണ്. എന്നെ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഈ മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് ആൻഡ് മിഷണറി മൂവ്മെൻറ്റിൽ പങ്കുചേരാൻ ആഗ്രഹം തോന്നുന്നു എങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഒരു മെസ്സേജ് ഇടണം. നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ് എന്നും പറയണം. സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഏത് കോൺഗ്രിഗേഷനിലുള്ളവരാണെന്നും. പ്രിയമുള്ളവരെ, കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമാണിത്. ഇന്ന് അനിവാര്യമായ ഒരു കാര്യമാണ് ഈ മിസ്റ്റിക്കൽ കോണ്ടംപ്ലേറ്റീവ് ആൻഡ് മിഷണറി മൂവ്മെൻറ്റ്. അതായത് മിസ്റ്റിക്കൽ ധ്യാനപരമായ പ്രേഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ഒരു ജീവിത ശൈലി. ഈ ജീവിത ശൈലി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഒരുമിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും പങ്കുവയ്ക്കുകയും സുവിശേഷ സാക്ഷ്യം നൽകി ജീവിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിന് വലിയ മാറ്റം സംഭവിക്കും. ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടൽ സജീവമായി നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കർത്താവ് ലക്ഷ്യം വെക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് ചുറ്റും സംജാതമാകാൻ ഇടയാകും. നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുങ്ങും. ഈ ലക്ഷ്യത്തോടെ നമുക്ക് ദൈവ തിരുനാമ മഹത്വത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ നിരസിക്കാതെ ദൈവ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനും അവിടുത്തെ തിരുരാജ്യവ്യാപ്തിക്കുമായി നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.